പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ സീരിയൽ ഇൻഡസ്ട്രിയിൽ എസ്പെഷ്യലി റിസ്ക് എലമെന്റ് ഒരുപാടുണ്ടല്ലേ? ഈ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു 15 ഡേയ്സ് ഷെഡ്യൂൾ ആയിരിക്കും കിട്ടുക. അതെ. ചില സീരിയൽസിൽ എല്ലാവരും അല്ല, എന്നാൽ പോലും ഇപ്പോൾ ഒരു 4-5 ഡേയ്സ് എടുക്കേണ്ട ഷൂട്ട്സ് ഒക്കെ ഓവർനൈറ്റ് ഒക്കെ ഇരുന്നിട്ട് ഒറ്റ ദിവസം തന്നെ ആ എപ്പിസോഡ് ചിലപ്പോൾ ഒരു 4-5-6 ദിവസത്തേക്കോ 2 വീക്സിലോട്ട് ഓടിക്കാനുണ്ടാവും. പക്ഷെ 2-3 ഡേയ്സിൽ തന്നെ ബഡ്ജറ്റ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി വൈൻഡപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. വരുമല്ലോ. ശരിക്കും ഒരുപാടുണ്ട്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ചലഞ്ചിങ് ആണ്, എക്സോസ്റ്റിംഗ് ആണ്. അത് ലൈക്ക് എന്താ പറയുക, ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഒരു പരിധി വരെ ആർട്ടിസ്റ്റുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 hour 2 hours എക്സ്ട്രാ നമ്മളൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ റെഡിയാണ് ക്രൈസിസ് ഉള്ള സമയങ്ങളിൽ. അതെ. ഇതല്ലാതെ നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്നത് മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് പിന്മാറുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് 9:30ക്ക് ശേഷം നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൽക്കില്ല എന്ന് പറയും. അത് ഞാൻ പ്രൊജക്റ്റ് എന്നെയൊക്കെ വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറയുന്ന കാര്യം, ഞാൻ നിൽക്കും. എപ്പിസോഡിന് എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ട് നമുക്ക്, ഇപ്പോൾ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്, നമുക്ക് എപ്പിസോഡ് ഷോർട്ടേജ് ഉണ്ട്, നമുക്ക് എടുക്കണം. അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ അവൈലബിലിറ്റി ഇല്ല, നാളെ ഇല്ല, അവർ ഇന്ന് മാത്രമേ ഉള്ളൂ, അത് എടുത്ത് തീർത്ത് വിടണം. ആ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അവരോടുള്ളൊരു ഫെലോ കോ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഇതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ, ഇപ്പോൾ ഒരു വലിയൊരു സെറ്റപ്പാണ്, ഒരു വെഡിങ് നടക്കുകയാണ്, അപ്പോൾ ആ പ്രൊഡ്യൂസർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു സെറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സെക്കൻഡ് ഡേ ഷൂട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ റെൻ്റ് ഒരുപാടായിരിക്കും, ഇത്രയും ആർട്ടിസ്റ്റുകളുടെ അങ്ങനെ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ നിന്നു കൊടുക്കും. അതല്ലാതെ ഇന്ന് ഒരു ആർട്ടിസ്റ്റിനെ റീപ്ലേസ് ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെ നടക്കുന്ന കാര്യമാണ് അല്ലേ? ഒരു സുപ്രഭാതത്തിൽ ഹീറോ മാറി വേറെ ഹീറോ വരുന്നു, ഹീറോയിൻ മാറി വേറെ ഹീറോയിൻ വരുന്നു. അപ്പോൾ ഹീറോയിൻ ഇത്രയും സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ബാക്കി ആർട്ടിസ്റ്റുകൾ എത്ര ഈസി ആയിരിക്കും റീപ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും റിയാക്ട് ചെയ്യാൻ പേടിയാണ്. നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എടുത്ത് റീപ്ലേസ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു പേടി കാരണം കൊണ്ട് പലരും അതിന് കോംപ്രമൈസ് ചെയ്ത് നിൽക്കാൻ റെഡി ആവുന്നു. എൻഡ് ഓഫ് ദ ഡേ എന്താ ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് 4 ദിവസം വർക്ക് കിട്ടുന്നതിന് ചിലപ്പോൾ 2 ദിവസത്തിലേക്ക് ഒതുങ്ങും. അപ്പോൾ ഇത് ഫിനാൻഷ്യലി നമ്മളെയും ബാധിക്കും. അപ്പോൾ സ്റ്റേൺ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, ഒരു സേവിങ്സ് ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ഇപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കുറച്ച് കാലമെങ്കിലും വർക്ക് ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് മസ്റ്റാണ്. ഞാനിത് റിയലൈസ് ചെയ്യാൻ ഒരുപാട് ലേറ്റായി. ഇനി വരുന്ന പുതിയ ജനറേഷൻ ആൾക്കാരെങ്കിലും അത് അങ്ങനെ ചെയ്യട്ടെ. അതെ. ഇപ്പോൾ ഒരു സീരിയൽ കരിയറിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് ശേഷം, ഭാര്യ ഒരു വലിയ ഹിറ്റായിരുന്നു, അതിനുശേഷം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാലക്ഷ്മിയും ഒത്തിരി സ്വപ്നങ്ങളുമാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ളത് മഹാലക്ഷ്മിയിലെ കണ്ണൻ. അതായത് ഞാൻ തുടക്കം മുതലേ പ്രൊജക്ടിന്റെ സ്റ്റാർട്ടിങ് മുതലേ ഹീറോ ആയിട്ട് തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ്. ഒത്തിരി ഞാനൊരു ഗസ്റ്റ് ആയിട്ട് വന്ന് പിന്നീട് റീ എൻട്രി വന്നതാണ് അതിലേക്ക്. അപ്പോൾ പിന്നെ മഹാലക്ഷ്മിയുടെ പ്രത്യേകത എന്താ, ക്യാരക്ടർ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ 2 കാര്യങ്ങൾ. ഒന്ന്, അതിൽ ആ വൈഫായിട്ടുള്ള ക്യാരക്ടറിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് കണ്ണൻ്റെ. ലൈക്ക് ഇന്ന് പല സ്ത്രീകളും ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡ്സിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടല്ലോ, അതൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ് അത്. ഉത്തമ പുരുഷൻ മേ ബി അങ്ങനെ. അതായത് എല്ലാവർക്കും അതിൻ്റെതായ ഒരു കാരണം ഉണ്ടായിരിക്കും. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വീൽ ചെയറിലാണ്, അരക്കി കീഴ്പോട്ട് അയാൾക്ക് മറ്റേ ഇതില്ല, സെൻസസ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരാളെ ജീവിതത്തിൽ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടൊരു സ്ത്രീ വരുമ്പോൾ ആ സ്ത്രീക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കാം കണ്ണൻ അതിനെ, അതായത് എനിക്ക് വേണ്ടി ഇത്രയും സാക്രിഫൈസ് അവൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇത്രയും ചെയ്തുകൂടാ എന്നുള്ള രീതിയിലായിരിക്കാം കഥാകൃത്ത് അതിനെ കൺസീവ് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ അങ്ങനെയാണ് അതിനെ പെർഫോം ചെയ്യുമ്പോൾ കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ വീൽ ചെയറിലിരിക്കുന്ന ഒരാളോടുള്ളൊരു സിമ്പതി ഉണ്ട് നമ്മൾ ചുറ്റിനും കാണുന്നത്. അതായത് നമ്മളൊക്കെ എത്ര ലക്കിയാണ് എന്നറിയുന്നത് ശരിക്കും പറയുന്നത് നമ്മുടെ എല്ലാ സെൻസസ്, ലൈക്ക് കണ്ണ്, മൂക്ക്, നാക്ക്, ടച്ച് ആൻഡ് ഫീൽ, അതുപോലെ കൈ, കാല്, ഇതെല്ലാം നമ്മുടെ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ആണ്. എന്നിട്ടും നമുക്ക് ജീവിതത്തിൽ ഇല്ലാത്ത പരാതികളില്ല അല്ലേ? എത്ര അധികം പരാതികളാണ് നമ്മുടെ ജീവിതത്തിൽ. എൻ്റെ ലൈഫിൽ ഇതാണ്, എൻ്റെ ലൈഫിൽ അതാണ്, എനിക്ക് അതാണ്. ബാക്കി എല്ലാവരും ഇന്ന് പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളിലും നമ്മൾ കാണുന്ന എല്ലാ ഹാപ്പി ഫേസസ്, എല്ലാവരും സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ചുറ്റിനും. എനിക്ക് മാത്രമാണ് പ്രശ്നമുള്ളൂ എന്നുള്ളതാണ് നമ്മൾ എത്തിച്ചേരുന്ന ഒരു കൺക്ലൂഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ഞാൻ പരിചയപ്പെട്ട ഒരു ദുബായിലുള്ള സുജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്സിഡൻറ്റിൽ അരക്കി കീഴ്പോട്ട് തളർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തെ നേരിട്ട് കണ്ട സമയത്ത് ഞാൻ ഭയങ്കര റെസ്പെക്റ്റോടുകൂടി നോക്കിയെന്നു വെച്ചാൽ, പുള്ളി സെൽഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യും, കാലില്ലാതെ മറ്റേ വീൽ ചെയർ, ഫോൾഡബിൾ വീൽ ചെയർ എടുത്തിട്ട് സൈഡിലേക്ക് എടുത്ത് കയറ്റി വെച്ച് അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്ത് എല്ലായിടത്തും, ദുബായിലാണ്, എല്ലാ സ്ഥലങ്ങളിലും പുള്ളി ഒറ്റയ്ക്കാണ് സഞ്ചരിച്ചെത്തുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അവരൊന്നും ഗോ ത്രൂ ചെയ്ത് അത്രയും ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടില്ല. എന്നിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഈ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇത് അഭിനയം ആണെങ്കിൽ പോലും ത്രൂ ഔട്ട് വീൽ ചെയറിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ അടുത്താണ് അല്ലേ ചലനശേഷിയൊക്കെ കിട്ടിയത്. അതെ അതെ അപ്പൊ അതുവരെ ഫുൾ ടൈം ഈ വീൽ ചെയറിൽ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇരുന്നായിരുന്നു. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടില്ലേ വീൽ ഇതിൽ ചെയറിൽ? ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഇതിൽ മൈന്യൂട്ടായിട്ട് ഞാൻ ഇനീഷ്യലി ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ സീരിയലാകുമ്പോൾ അത് നമുക്ക് ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വിട്ടുകളഞ്ഞത്. ഈ അരക്കി കീഴ്പ്പെട്ട് തളർന്നിരിക്കാന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ നോർമലി ഒരു മനുഷ്യനിരിക്കുമ്പോൾ നമ്മുടെ കാലിങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ, നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്തായിരിക്കും. പക്ഷേ ഈ കാലിന് തളർച്ച വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊരു സൈഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടാണ് ഇവരുടെ ഇരിക്കുക. ഇത് രണ്ടും ഒരുമിച്ചായിരിക്കുക. ഇത് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ പോവില്ല. നമ്മുടെ ഈ എല്ലാ മസിൽസിനും പേശികൾക്കും ഒക്കെ സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാൻ ഇനീഷ്യലി ഈ വീൽ ചെയറിൽ ഇരുന്ന സമയത്ത് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ ഇത് ഒരു സീരിയലിൻ്റെ ഷൂട്ട് എന്ന് പറയുന്നത് രാവിലെ 7:30 മുതൽ 9:30 വരെയാണ്. ഈ 9:30 വരെയുള്ള എല്ലാ സീനിലും ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ എന്താണ് ഈ ഹിപ്പ് വേദനിക്കാൻ തുടങ്ങി എനിക്കിവിടെ. അപ്പം എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി പിന്നീട്. അപ്പോൾ പിന്നെ ഞാൻ പതുക്കെ എന്ന് വെച്ചാൽ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ സീരിയലാണ്. ഇപ്പോൾ ഒരു സിനിമയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ആ സാക്രിഫൈസ് ചെയ്താൽ മതി. സീരിയലിൻ്റെ ഇപ്പോൾ ഭാര്യ ചെയ്തിരുന്ന സമയത്ത് ആ ഫീമെയിൽ ഗെറ്റപ്പ് ആക്ച്വലി ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചതാണ്. അതിനെന്തായിരുന്നു ബുദ്ധിമുട്ട്? അതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ ഹാഫ് ലെഗ് ഇവിടുന്ന് ഇങ്ങോട്ട് വാക്സ് ചെയ്തേക്കുക. എനിക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു മുണ്ടെടുത്ത് മടക്കി കുത്താൻ പറ്റില്ല. ഇത്രയും മുടിയുണ്ട് ഇവിടുന്ന് മുടിയില്ല. കൈ പുറത്ത് എക്സ്പോസ് ആയ എല്ലാ സ്ഥലങ്ങളും നമ്മൾ വാക്സ് ചെയ്താൽ കൊണ്ട് നടക്കുന്നത്. ആ സമയത്ത് എനിക്ക് ഇനോഗ്രേഷൻസ് ഒരുപാട് വിളിച്ചിരുന്നു. പക്ഷേ ഒരെണ്ണം പോലും ഞാൻ എടുക്കില്ല. എന്ന് വെച്ചാൽ എനിക്ക് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ഫെമിനിൻ ടച്ച് വന്നല്ലേ? എക്സാക്ട്ലി. അതായത് അത് ബോഡിയിൽ ടച്ച് വരുന്നതിനേക്കാളും നമ്മുടെ ഈ മേത്തുള്ള ഈ മുടിയൊക്കെ അങ്ങ് പോയി കഴിയുമ്പോൾ എവിടെയൊക്കെയോ മുണ്ടെടുത്ത് നടക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാതാവുന്നു. പിന്നെ ക്ലീൻ ഷേവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുകളിലേക്ക് ഷേവ് ചെയ്യണം. നോർമലി നമ്മൾ ഇങ്ങനെ ഷേവ് ചെയ്യുന്നതിന് മുകളിലേക്ക് വരുമ്പോൾ ഈ മുഖത്ത് കുരുക്കൾ വരും. പിന്നെ അത് ഷേവ് ചെയ്ത് പൊട്ടും.